ആലപ്പുഴയിൽ KPCC ജനറൽ സെക്രട്ടറിയുടെ വീട് ആക്രമിച്ചു. കൈതവനയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിനു നേരെ കരിങ്കൊടി കാണിച്ചതിന് പിന്നാലെയായിരുന്നു ആക്രമണം. CITU പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പരാതിയിൽ ആരോപിക്കുന്നു. ആക്രമണത്തിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്തിട്ടുണ്ട്. തടയാൻ ശ്രമിച്ച ജോബിന്റെ ഭാര്യയെ കഴുത്തിന് പിടിച്ച് തള്ളിയെന്നും ആരോപണമുണ്ട്. ഏകദേശം 5:10, 5:15 സമയത്ത് ഞാൻ പുറത്തു പോയി പച്ചക്കറി വാങ്ങിച്ച് വീട്ടിലകത്തോട്ട് കയറി ചപ്പാത്തി മാവ് കുഴച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പടാന്നും പറയും ഭയങ്കര വലിയ സൗണ്ട് അടിച്ചു പൊട്ടിക്കണ ഒച്ചയാണ് കേൾക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ മൂന്നാല് പേര് വന്ന് അകത്തോട്ട് കയറുവാണ്. അകത്തോട്ട് കയറിയിട്ട് ഞാൻ ചോദിച്ചു എന്ത് തെമ്മാടിത്തരമാണ് ഇത് കാണിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവരെന്നെ കഴുത്തെ പിടിച്ച് ഇങ്ങനെ കഴുത്ത് പിടിക്കുകയും പിന്നെ അതുപോലെ തന്നെ കയ്യെ പിടിച്ച് എന്നെ താഴെ ഇട്ട് എന്റെ മുട്ട ഓപ്പറേഷൻ ചെയ്തിരിക്കും. ഞാൻ പറഞ്ഞു എന്റെ മുട്ട ഓപ്പറേഷൻ ചെയ്തിരിക്കണം, എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാണുന്നത് പോലീസുകാരെ കുറെ ഭയങ്കര ചീത്ത പറയുന്ന, ഒത്തിരി ചീത്ത. കയ്യില് വലിയ ഇരുമ്പ് വടിയും 2-3 ചെയിനും ഉണ്ടായിരുന്നു. 4 പേരുടെയും കയ്യിലുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്ന. ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ പേടിച്ചു. പിന്നെ ഞാൻ ഓടി റൂമിലേക്ക് കയറി ഞാൻ വാതിലടച്ചു. ഇതാണ് പിണറായി സർക്കാരിന്റെ നവകേരള യാത്ര. സ്ത്രീകൾക്ക് മര്യാദക്ക് വീട്ടിൽ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇത് മുഖ്യമന്ത്രി പിണറായി ഗൈഡൻസ് കൊടുത്തിട്ടല്ലേ ഈ പരിപാടിയൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ഇവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നടക്കുക. വീട്ടിൽ മര്യാദക്ക് സ്ത്രീകൾക്ക് പോലും ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു പരിപാടിയാണ്? 4 പേരെ ഉള്ളായിരുന്നോ? പുറത്ത് കുറച്ച് പേരുണ്ട്. വാടാന്നും പറഞ്ഞ് ചീത്ത പറയുമോ. എന്നിട്ട് ഒരു റെജി വലിയെന്നാണ് ഇവര് വിളിക്കുന്നതാണ് ഞാൻ കേൾക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പിന്നിൽ കമാൻഡോ, അതായത് ഈ നീല സൂട്ടിട്ട കമാൻഡോകളായ മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിന് വേണ്ടി നടക്കുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ജോലി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയൊക്കെ കവചം സൃഷ്ടിക്കുക, വലയം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇത് ബസ്സിനകത്ത് ഇരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ബസ് കടന്നുപോയി കഴിഞ്ഞ് ഈ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഈ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ആലപ്പുഴ പോലീസ് പ്രതിഷേധം കഴിഞ്ഞ് കറുത്ത കൊടി കാണിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് നിർത്തിയിരുന്ന ഈ 2 നേതാക്കളെ, AD തോമസിനെയും IJ ജുവൽ കുര്യാക്കോസിനെയും, ഈ കറുത്ത സൂട്ടിട്ട ഈ കമാൻഡോസ് വന്ന് പോലീസിന്റെ കയ്യിലിരുന്ന ലാത്തി വാങ്ങി അതിക്രൂരമായി ഭിത്തിയോട് ചേർത്ത് വെച്ച് മർദ്ദിക്കുന്നത് വീഡിയോയ്ക്കകത്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു മുൻകൂട്ടി ആലോചിച്ച ഒരു പ്ലാനാണ്. 1, 2, 4, 10 യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകന്മാർ കയ്യിൽ ഒരു ആയുധവുമില്ലാതെ കറുത്ത കൊടി മാത്രമായിട്ട് ചെന്നാലും അവരുടെ തല, ഈ AD തോമസിന്റെ തല അടിച്ചു പൊട്ടിച്ചു. അദ്ദേഹത്തിന്റെ തലയിൽ 5 തയ്യലുകളുണ്ട്. അജയ് ജുവൽ കുര്യാക്കോസ് എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയുടെ കൈ അടിച്ചൊടിച്ചു. അതുപോലെ മറ്റ് കുട്ടികൾക്ക് എല്ലാം അവരെ ഈ റോഡിന്റെ ഫുട്പാത്തിന്റെ സൈഡിലെ ഇരുമ്പ് ബാരിക്കേഡിലേക്ക് തള്ളി അവർക്ക് കാര്യമായി പരിക്കുപറ്റിയിരിക്കുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ ആഹ്വാന പ്രകാരം ഒരു സംഘം ഗുണ്ടകളാണ് അദ്ദേഹത്തിന്റെ സംരക്ഷകർ എന്ന് പറഞ്ഞ് നടക്കുന്നത്. കാരണം ആലപ്പുഴ പോലീസ് അവരെ ലാത്തിചാർജ് ചെയ്ത് അവരുടെ കോളറിൽ പിടിച്ച് ജീപ്പിലേക്ക് കയറ്റാൻ കൊണ്ടുപോകുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ പുറകെ വന്ന ഈ കമാൻഡോസ്, അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി എന്ന് പറയപ്പെടുന്ന ഈ കമാൻഡോ വേഷമിട്ട ഗുണ്ടകൾ ഈ പോലീസിന്റെ കയ്യിൽ നിന്ന് ഈ ലാത്തി വാങ്ങി അവരെ, അത് എല്ലാ ചാനലുകളും കാണിച്ചിട്ടുണ്ട്, അതിക്രൂരമായി മർദ്ദിച്ച് ഇന്ന് KSU ജില്ലാ പ്രസിഡന്റിന്റെ തലയ്ക്ക് മാരകമായി പരിക്ക് പറ്റിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറിക്ക് കൈ ഒടിഞ്ഞിരിക്കുന്നു. ഈ ഒരു വലിയ പൈശാചികമായ ഈ ഒരു ആക്രമണം ഈ 2 ആലപ്പുഴ നഗരത്തിൽ നിന്ന് അരങ്ങേറിയത്. അപ്പൊ മുഖ്യമന്ത്രി കണ്ണൂരിൽ വെച്ച് പറഞ്ഞു, ചെടിച്ചട്ടി കൊണ്ട് അടിച്ചപ്പോഴും ഹെൽമെറ്റ് കൊണ്ട് അടിച്ചപ്പോഴും കമ്പി കൊടി കൊണ്ട് അടിച്ചപ്പോഴും അതിനെയെല്ലാം ലഘൂകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അത് ജീവൻ രക്ഷാ നടപടിയാണ് പോലീസും അതുപോലെ CPM ഗുണ്ടകൾ ചെയ്തതെന്ന് പറഞ്ഞു. അതൊരു അക്രമത്തിനുള്ള ആഹ്വാനമായിരുന്നു. അദ്ദേഹം ഭരിക്കുന്ന സംസ്ഥാനത്തെ ജനങ്ങളുടെ നേരെയുള്ള ഒരു അക്രമത്തിനുള്ള ഒരു ആഹ്വാനമായിരുന്നു അദ്ദേഹം കണ്ണൂരിൽ കൊടുത്തത്. ആ അണികളും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള നിഷ്ക്രിയരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇപ്പൊ അവരെ യോജിച്ചിരിക്കുകയാണ്. ജോബിന്റെ വീട്ടിൽ നടന്നപ്പോൾ DYFI ഗുണ്ടകളകത്ത് കയറിയപ്പോൾ പോലീസ് കാവൽ നിന്നു. അവിടെ പോലീസ് കസ്റ്റഡിയിൽ പിടിച്ചു വെച്ച ഈ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ അവരുടെ പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കുക, കാക്കിയിട്ട പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കുമ്പോൾ കറുത്ത സൂട്ടിട്ട മുഖ്യമന്ത്രിയുടെ സുരക്ഷിത സേന എന്ന് പറയുന്നവര്
അവരുടെ കയ്യിൽ നിന്ന്, പോലീസിന്റെ കയ്യിൽ നിന്ന് ലാത്തി മേടിച്ച് ഇവരെ അടിക്കുന്നത് ഇന്ന് കേരളത്തിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകരെ അടിച്ചൊതുക്കാൻ ഇവര് രണ്ടും കൂടിയുള്ള ഒരു നെക്സസ് ആണ്. പോലീസും DYFI ഗുണ്ടകളും കൂടെ ഉള്ള ഒരു നെക്സസ് ആണ്. ഒരു സംയുക്തമായിട്ടുള്ള ഒരു അക്രമ പരമ്പരയാണ് ഈ ആലപ്പുഴയിൽ നടന്നിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ MJ ജോബിന്റെ വീട് എന്ന് പറയുന്നത് ഒരു തരത്തിലും പ്രകോപനത്തിന് പോയ ആളല്ല. അദ്ദേഹം ഇതിനകത്ത് കടത്തോട് കാണിക്കാൻ പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരാളെ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിരുന്നില്ല. അദ്ദേഹം ഒരു തരത്തിൽ ഇന്നത്തെ പരിപാടിയിൽ ഒരു തരത്തിലുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കാനും ഒരു വാഹനത്തിന് മുന്നിലേക്കും ചാടി വീണയാളല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ വീട് നേരത്തെ ഒരു ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന സംഭവങ്ങളിലെല്ലാം പങ്കെടുത്ത DYFI പ്രവർത്തകര് അദ്ദേഹത്തിന്റെ വീട് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ വളരെ ആകസ്മികമായി അപ്രതീക്ഷിതമായി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നിൽക്കുമ്പോൾ വന്ന് ആക്രമിച്ച് അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെ വരെ പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. ഇത് തികഞ്ഞ രാഷ്ട്രീയ ഫാസിസമാണ്. പിണറായി വിജയൻ ഒരു ഭാഗത്തോടി ജനങ്ങളെ കാണാനെന്ന വ്യാജേന കേരളം മുഴുവൻ അദ്ദേഹം ഒരു വാഹനത്തിനകത്ത് കവചിത വാഹനത്തിലിരുന്ന് സഞ്ചരിക്കുന്നു. അദ്ദേഹത്തിന്റെ അനുചരന്മാരായ DYFIക്കാരും അദ്ദേഹത്തിന്റെ ആജ്ഞാനുവർത്തികളായ പോലീസുകാരും കൂടി ഈ രാജ്യത്ത് സമാധാനകാംക്ഷികളായ ജനങ്ങളെ വീട് കയറി ഭവനവേദനം നടത്തി ആക്രമിക്കുകയും അതുപോലെ വ്യവസ്ഥാപിതമായി സമാധാനപരമായി സമരം ചെയ്യുന്ന യുവജന വിദ്യാർത്ഥി നേതാക്കളെ അവരെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ഫാസിസമാണ് ഈ ആലപ്പുഴയിൽ നടന്നത്. ഇതിനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അതിശക്തമായി അപലപിക്കുകയാണ്. ഈ അതിശക്തമായി ഇതിനെ അപലപിക്കുകയും ഇതിനെ പിണറായി വിജയനും അതുപോലെ തന്നെ കേരളത്തിലെ സർക്കാരും ഈ സംഭവ വികാസങ്ങൾ നടന്നതിന്റെ ഉത്തരവാദികളായ ആളുകളെ അവരെ അറസ്റ്റ് ചെയ്ത് നിയമനത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ജോബിന്റെ വീട്ടിൽ കയറിയത് ഹൗസ് ബ്രേക്കിംഗ് ആണ്, നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ഭവന ഭേദനം എന്ന് പറയുന്നത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അതുപോലെ തന്നെ സംഘം ചേർന്ന് ആക്രമിക്കുന്നത് 107 എന്ന് പറയുന്ന വകുപ്പാണ്. ക്രിമിനൽ കോൺസ്പിറസി 120B ഉണ്ട്. പല സെക്ഷനുകൾ, നോൺ ബെയിലബിൾ ആയിട്ടുള്ള പല സെക്ഷനുകൾ അടങ്ങിയ ഒരു ഈ പറയുന്ന ക്രിമിനലുകളുടെ നേരെ കേസെടുക്കണം. ഇതിന് ഗൂഢാലോചന നടത്തിയ CPM നേതാക്കളുടെ പേരെ കേസെടുക്കണം. ഇത് നോക്കി നിന്ന, ഇവിടെ നിഷ്ക്രിയരായി നോക്കി നിന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, ഇത്രയും ഒരു സ്ത്രീയെ വരെ ആക്രമിച്ചപ്പോഴും ഒന്നും ഇടപെടാതെ നോക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ വളരെ മാതൃകാപരമായ അച്ചടക്ക നടപടികൾ എടുക്കണമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ്. കൈതവന ജംഗ്ഷനിൽ മുഖ്യമന്ത്രിക്കും സംഘത്തിനും നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. കുട്ടനാട്ടിലേക്കുള്ള യാത്രാമധ്യേ മുഖ്യമന്ത്രിയുടെ വാഹനം കൈതവന ജംഗ്ഷനിലെത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം. ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപത്ത് കരിങ്കൊടി പ്രതിഷേധം നടത്തിയ KSU ജില്ലാ പ്രസിഡന്റ് തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോയ് എന്നിവരെ സുരക്ഷാ സംഘം തല്ലിയതിൽ പ്രതിഷേധിച്ചായിരുന്നു കൈതവനയിലെ പ്രതിഷേധം. ഇതിനു പിന്നാലെയാണ് KPCC ജനറൽ സെക്രട്ടറിയുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത്.